ഡിസൈനിന്റെ കാര്യത്തിൽ നമ്മളെല്ലാവരും ഞെട്ടിക്കുന്ന വിവോ ഇത്തവണ നമ്മളെ വേറെ പല സ്ഥലത്തും ഞെട്ടിച്ചിരിക്കുകയാണ്. അത്രമാത്രം ഞെട്ടിക്കാൻ ഇതിൽ എന്താ ഉള്ളത് എന്ന് പറയുന്നതിന് മുന്നേ നിങ്ങൾക്കൊരു ടാസ്ക്. ഈ സ്മാർട്ട് ഫോണിന്റെ വില എത്രയായിരിക്കും എന്നുള്ളത് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ ഗസ് ചെയ്യുക. കൃത്യമായിട്ട് ഗസ് ചെയ്യുന്ന ഒരു ഭാഗ്യശാലിക്ക് വിവോന്റെ ഏറ്റവും പുതിയ വിവോ Y300 5G എന്ന ഈ സ്മാർട്ട് ഫോൺ എന്റെ കയ്യിലുള്ളത് ടൈറ്റാനിയം സിൽവർ ആണ്. കൂടാതെ ഫാൻറ്റം പർപ്പിൾ, എമറാൾഡ് ഗ്രീൻ എന്നിങ്ങനെ പ്രീമിയം കളേഴ്സിൽ വരുന്ന ഈ ഒരു ഫോൺ നിങ്ങൾ വാങ്ങണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം. എന്തായാലും സ്ലിം ആണ്, 7.79 മില്ലിമീറ്റർ മാത്രമാണ് തിക്നെസ് ആൻഡ് വെയിറ്റ് ഏകദേശം 188 ഗ്രാം വരും. ഡിസൈൻ കൊള്ളാം. സൈഡിൽ നിങ്ങൾക്ക് ഒരു മെറ്റാലിക് ഗ്ലോസി ഫിനിഷ് വരും. ബാക്ക് സൈഡിൽ ഡയമണ്ട് സ്റ്റാറി ടെക്സ്ചർ എന്നാണ് പറയുന്നത്. ഒരു പോയിന്റ് സോഴ്സ് ലൈറ്റ് അടിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഡയമണ്ടിന്റെ ഷേപ്പിൽ ഒരു സ്റ്റാറിന്റെ പാറ്റേൺ കാണാനായിട്ട് പറ്റും, വിച്ച് ഐ തിങ്ക് ഇറ്റ്സ് വെരി യുണീക്ക്. എന്തായാലും ബാക്കിൽ ഡ്യുവൽ ക്യാമറ, 2 ഫ്ലാഷ്, താഴെയായിട്ട് നിങ്ങൾക്ക് AI ഓറ ലൈറ്റ്, ഒരു മാറ്റ് ഫിനിഷ് ആണ് ബാക്ക് സൈഡ് വരുന്നത്. താഴെയായിട്ട് നിങ്ങൾക്ക് സ്പീക്കറുകൾ, ടൈപ്പ് സി പോർട്ട്, സിം ട്രേ, ലെഫ്റ്റ് സൈഡിലൊന്നുമില്ല, റൈറ്റ് സൈഡിലായിട്ട് വോളിയം റോക്കേഴ്സ്, പവർ ബട്ടൺ, മുകളിലായിട്ട് ഒരു സെക്കൻഡറി സ്പീക്കർ. പക്ഷേ ഇവന്റെ മെയിൻ ഹൈലൈറ്റ് ഈ മെയിൻ ക്യാമറയാണ്. 50 മെഗാ പിക്സലിലെ സോണി IMX882 സെൻസറാണ് വരുന്നത്. അതിന്റെ കൂടെ ഒരു 2 മെഗാ പിക്സലിന്റെ ഒരു പോർട്രേറ്റ് ക്യാമറ വരുന്നുണ്ട് ആൻഡ് ഒരു അൾട്രാ വൈഡ് ക്യാമറ ഇതിൽ കിട്ടുന്നില്ല. നോർമലി എടുക്കുന്ന ഫോട്ടോസ് ടിപ്പിക്കൽ വിവോ സ്റ്റൈൽ ഫോട്ടോസ് ആണ്. നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം, അത്യാവശ്യം നല്ല HDR മാനേജ് ചെയ്യുന്നുണ്ട്, സാച്ചുറേഷനും കൊള്ളാം, വിവിഡ്നെസ്സും കൊള്ളാം. സോ ഓവറോൾ അപ്പീലിംഗ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ടൈപ്പ് ഫോട്ടോസ് ആണ് വരുന്നത്. ഇനി ഹ്യൂമൻ സബ്ജക്ട്സിലേക്ക് നിങ്ങൾ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് 2x പോർട്രേറ്റ്സ് എടുക്കാൻ പറ്റും. സോ നോർമലി എടുക്കുന്ന പോർട്രേറ്റ്സിൽ നമ്മൾ ലേശം നമ്മുടെ സൈസ് കുറവായിരിക്കും. 2x നമ്മുടെ ആക്ച്വൽ സൈസിന് ഓൾമോസ്റ്റ് ഈക്വൽ ആയിട്ട് വരും. ആൻഡ് 2x പോർട്രേറ്റ്സും അത്യാവശ്യം നല്ല പോർട്രേറ്റ്സ് തന്നെയാണ്. എഡ്ജ് ഡിറ്റക്ഷനും സർപ്രൈസിംഗ്ലി ബെറ്റർ ആണ്. നിങ്ങൾക്ക് നല്ല പോലെ തന്നെ അത് മാനേജ് ചെയ്യുന്നത് കാണാനും പറ്റുന്നുണ്ട്. സോ അത്യാവശ്യം തിരക്കേടില്ലാത്ത ക്യാമറ ആണെങ്കിലും ബഹുമുഖമായ ഒരു ക്യാമറ സെറ്റപ്പ് അല്ല എന്ന് മാത്രം. ഫ്രണ്ടിലായിട്ട് നിങ്ങൾക്ക് 32 മെഗാ പിക്സലിലെ പഞ്ച് ഹോൾ ക്യാമറയാണ് വരുന്നത്. ആൻഡ് ഫ്രണ്ട് സെൽഫി ക്യാമറാസ് ആർ ഓൾസോ ടിപ്പിക്കൽ വിവോ സ്റ്റൈൽ. ആ ഒരു സുന്ദര കുട്ടപ്പനായിട്ടുള്ള അല്ലെങ്കിൽ സുന്ദര കുട്ടപ്പികളായിട്ടുള്ള ഫോട്ടോസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഈ ബാക്ക് ക്യാമറ വഴി ഫോട്ടോസ് എടുക്കുമ്പോൾ നൈറ്റ് ടൈമിലൊക്കെ നല്ല പോലെ ഫോട്ടോസ് കിട്ടുന്നുണ്ട്. പ്ലസ് എക്സ്ട്രാ ആയിട്ട് നിങ്ങൾക്ക് ഒരു AI ഓറ ലൈറ്റ് ഇതിലും വന്നിട്ടുണ്ട്. ഓറ ലൈറ്റ് കാണുമ്പോൾ കുട്ടിയായിട്ട് തോന്നുമെങ്കിലും അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസ് ഉണ്ട്. ഓറ ലൈറ്റോട് കൂടിയിട്ടും ഓറ ലൈറ്റ് ഇല്ലാതെ ആയിട്ടുള്ള ഫോട്ടോസ് ഞാൻ കമ്പാരിസൺ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം എന്താണ് ഓറ ലൈറ്റിന്റെ ആ ഒരു വ്യത്യാസം എന്ന് മനസ്സിലാവും. ഇനി ഇത്തവണ ബാക്കിൽ മാത്രമല്ല ഫ്രണ്ടിലും ഓറ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ നിങ്ങൾ ഓറ ലൈറ്റ് എവിടെയാണ് എന്ന് തപ്പണ്ട. ബേസിക്കലി സ്ക്രീൻ തന്നെയാണ് സ്ക്രീനിനെ ഓറ ലൈറ്റ് ആക്കുന്ന പരിപാടി. സോ അത് ഓണാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഫേസിന്റെ ചുറ്റും സ്ക്രീനിൽ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ലൈറ്റ് പോലെ വരുന്നത് കാണാൻ ഡിസ്പ്ലേ, അതിന്റെ ടെമ്പറേച്ചർ ഒക്കെ അഡ്ജസ്റ്റ് ആവും. സോ ഓറ ലൈറ്റ് ഫ്രണ്ട് സ്ക്രീനിന്റെ ഓറ ലൈറ്റ് ഉപയോഗിച്ചുള്ള ഫോട്ടോയും ഉപയോഗിക്കാത്ത ഫോട്ടോയും നിങ്ങൾക്ക് ഡിഫറൻസ് കാണിച്ചു തരാം. ഇനി ഒബ്വിയസ്ലി ഫോട്ടോസ് ആപ്പിനകത്ത് നിങ്ങൾക്ക് പുതിയ AI ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ബേസിക്കലി എന്തൊക്കെയാണ് AI ഫീച്ചേഴ്സ്? യെസ്, AI ഇറേസർ ഉണ്ട്. ആൻഡ് ഈ ഒരു AI ഇറേസർ എന്ന് പറയുന്നത് ജനറേറ്റീവ് ഫില്ലാണ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം പല സിറ്റുവേഷനിലും ഞാൻ ഇറേസ് ചെയ്ത സമയത്ത് ഓട്ടോമാറ്റിക്കലി അതിൻ്റെ അവിടെ ആഡ് ആവുന്നത് നല്ലപോലെ അറിയുന്നുണ്ട്. കൂടാതെ നിങ്ങൾക്ക് ഫോട്ടോ എൻഹാൻസ്മെന്റ് മോഡുകളുണ്ട്. ഫോട്ടോ നിങ്ങൾക്ക് റിപ്പയർ ചെയ്യാം. ആൻഡ് നൈറ്റ് ഫോട്ടോസ് ആർ ഓൾസോ നൈസ്. നിങ്ങൾക്ക് പല നൈറ്റ് ഫിൽറ്ററുകളും ലഭിക്കുന്നുണ്ട്. എന്നാൽ ഇനി നിങ്ങളൊന്ന് ഞെട്ടാൻ റെഡി ആയിക്കോ വീഡിയോ ഡിപ്പാർട്ട്മെന്റ്. സോ വീഡിയോ ഡിപ്പാർട്ട്മെന്റിൽ എന്തുകൊണ്ട് ഞെട്ടാൻ റെഡി ആവണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് വീഡിയോസ് 1080p 30 FPS എടുക്കാനായിട്ട് പറ്റുന്നത്. യെസ്, 1080p 30 FPS ഇതിൻ്റെ ബാക്ക് ക്യാമറയിലും ഫ്രണ്ട് ക്യാമറയിലും വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇത് ബാക്ക് ക്യാമറയിലുള്ള 1080p 30 FPS ഒരു വീഡിയോ സാമ്പിളാണ് ഈ കാണുന്നത്. അതേപോലെ തന്നെ ഫ്രണ്ട് ക്യാമറയിലെ 1080p 30 FPS ഒരു വീഡിയോ സാമ്പിളാണ് ഈ കാണുന്നത്. ഇനി ഫ്രണ്ടിലും ബാക്കിലും ഒരേ സമയം വീഡിയോ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡ്യുവൽ വ്യൂ അല്ലെങ്കിൽ ഡ്യുവൽ വീഡിയോ എന്ന് പറഞ്ഞൊരു മോഡും കൂടിയുണ്ട്. സോ അത് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ 2 വട്ടം ഞെട്ടി, ഇനി മൂന്നാമത് ഒരു പ്രാവശ്യം കൂടെ നിങ്ങൾ ഞെട്ടിക്കോ. കാരണം ഇതിൻ്റെ പെർഫോമൻസിന്റെ കാര്യത്തിൽ എന്തുകൊണ്ട് നിങ്ങൾ ഞെട്ടണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് വന്നിരിക്കുന്നത് സ്നാപ്ഡ്രാഗൺ 4 Gen 2 പ്രോസസ്സറാണ്. യെസ്, 4 നാനോമീറ്റർ ഒക്ടാ കോർ 4 Gen 2 പ്രോസറാണ്. AnTuTu സ്കോർ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഏകദേശം ഒരു 4.2 ലാക്സിന്റെ AnTuTu സ്കോറാണ് വരുന്നത്. സോ നോർമൽ ഡേ ടു ഡേ ടാസ്കുകൾക്കും ചെറുകിട ഗെയിമുകൾ കളിക്കുന്നതിനൊന്നും യാതൊരു പ്രശ്നവുമില്ല. ഇതിന്റെ കൂടെ നിങ്ങൾക്ക് 8GB LPDDR4X റാമും 2 സ്റ്റോറേജ് വേരിയന്റും വരുന്നുണ്ട്. 128GB ഉണ്ട്, 256GB ഉണ്ട്. UFS 2.2 സ്റ്റോറേജ് ആണ്. ആൻഡ് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ആ ഒരു AnTuTu സ്കോറും വരുന്നത്. മെമ്മറി കാർഡ് ഇട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാം 2 TB വരെ. എന്നാൽ ബാറ്ററി ഡിപ്പാർട്ട്മെന്റിൽ 5000 mAh ഒരു ബാറ്ററിയാണ് ഇതിനകത്തുള്ളത്. ഇത്തവണ ഒരു പ്രോമിസ് ഞാൻ കണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു ഗ്യാരണ്ടി ഞാൻ കണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ബാറ്ററി ഹെൽത്ത് കാണിക്കും. ഈ ബാറ്ററി ഹെൽത്ത് 4 വർഷം വരെ 80% മുകളിലായിരിക്കും എന്ന് പറയപ്പെടും. എന്നാലും 5000 mAh ബാറ്ററി അത്യാവശ്യം നല്ലപോലെ 1 ഡേ ലാസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പെട്ടെന്ന് ചാർജ് ചെയ്യാനായിട്ട് 80 വാട്ടിൻ്റെ ഫ്ലാഷ് ചാർജിങ് സപ്പോർട്ട് ഉണ്ട്. ബട്ട് സെറ്റിംഗ്സിൽ പോയിട്ട് നിങ്ങൾ ഫാസ്റ്റ് ചാർജിങ് ഓൺ ആക്കണം, എന്നാൽ മാത്രമേ 80 വാട്ട് കിട്ടുള്ളൂ. ആൻഡ് ബോക്സിനകത്ത് നിങ്ങൾക്ക് 80 വാട്ടിൻ്റെ വിവോയുടെ ചാർജറും അതേപോലെ USB Type-C കേബിളും ഫോൺ ഇടാൻ പറ്റുന്ന കേസും സിം ടൂളും ഡോക്യുമെന്റേഷൻസും ഇതെല്ലാം വരുന്നുണ്ട്. ഇനി ഫാസ്റ്റ് ചാർജ് ചെയ്യുന്ന സമയത്ത് ബാറ്ററിക്ക് കേടുപാടുകൾ അല്ലെങ്കിൽ ഫോണിന് കേടുപാടുകൾ സംഭവിക്കാതിരിക്കാനായിട്ട് ഇത്തവണ അവർ സ്മാർട്ട്
ചാർജ് എഞ്ചിൻ 2.0 എന്ന് പറഞ്ഞ പരിപാടി കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയുന്നു. അതായത് 24 ലെയർ ഓഫ് സെക്യൂരിറ്റി അല്ലെങ്കിൽ 24 തരം സെക്യൂരിറ്റി മെഷേഴ്സ് ഇതിനകത്ത് വെച്ചിട്ടുണ്ടെന്നും സോ ദാറ്റ് നിങ്ങളുടെ ബാറ്ററിക്കും ഫോണിനും കംപ്ലൈൻറ്റ് വരാത്ത രീതിക്ക്. ആൻഡ് ഫൈനലി ഡിവൈസിൻ്റെ ഡിസ്പ്ലേ ഒരു 6.67 ഇഞ്ചിൻ്റെ 120 ഹെർട്സിൻ്റെ ഫുൾ HD പ്ലസ് ആയിട്ടുള്ള ആമോലെഡ് ഡിസ്പ്ലേ ആണ്. പിന്നെ ലോക്കൽ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 1800 നിറ്റ്സ് ആണ്. ഡയറക്റ്റ് സൺലൈറ്റിലൊക്കെ പോകുന്ന സമയത്തൊന്നും വിസിബിലിറ്റിക്ക് പ്രശ്നമൊന്നുമില്ല. ഇൻഡോർസിൽ ഒബ്വിയസ്ലി വിസിബിലിറ്റിക്ക് യാതൊരു പ്രശ്നവുമില്ല. അത്യാവശ്യം പഞ്ചി വിവിഡ് ആയിട്ടുള്ള സ്ക്രീൻ തന്നെയാണ്. വ്യൂയിങ് ആംഗിൾസും നൈസ് ആണ്. ഈവൻ നിങ്ങൾക്ക് ഐ പ്രൊട്ടക്ഷൻ മോഡും കാര്യങ്ങളെല്ലാം ഈ ഒരു ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടുണ്ട്. ഈ ബെസൽസിന്റെ കാര്യം നോക്കുവാണെങ്കിൽ ലെഫ്റ്റിലും റൈറ്റിലും ഓൾമോസ്റ്റ് ഈക്വൽ ആൻഡ് ടോപ്പിലും ബോട്ടമിലും ഓൾമോസ്റ്റ് ഈക്വൽ ആയിട്ടുള്ള ബെസലാണ്. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ബെസൽസ് ആർ തിന്നർ ദാൻ ടോപ്പ് ആൻഡ് ബോട്ടം ബെസൽസ്. ഡിസ്പ്ലേയിൽ ഫോണിന്റെ താഴെയായിട്ട് നിങ്ങൾക്ക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ വരുന്നുണ്ട്. അത്യാവശ്യം ഫാസ്റ്റ് ആണ് ആൻഡ് ഫേസ് അൺലോക്ക് ഓപ്ഷൻ ലഭിക്കുന്നുണ്ട്. ഇനി ഡ്യൂറബിലിറ്റി വൈസ് IP64 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് റേറ്റഡ് ആണ്. സോ ഒരു പ്യുവർ വാട്ടർ നിങ്ങൾ ഇതിലേക്ക് ഒഴിക്കുവാണെങ്കിൽ അല്ലെങ്കിൽ സ്പ്ലാഷ് ആകുവാണെങ്കിലൊക്കെ യാതൊരു പ്രശ്നവും ഡിവൈസിന് വരില്ല. ആൻഡ് ഇനി വെള്ളമുള്ള കൈ ഉണ്ടല്ലോ, വെറ്റായിട്ടുള്ള കൈ വെച്ച് ടച്ച് ചെയ്ത് കഴിഞ്ഞാലും ടച്ച് സ്ക്രീൻ വർക്ക് ചെയ്യും. യെസ്, വെറ്റ് ടച്ച് ഡിസ്പ്ലേ ആണ്. കണക്ടിവിറ്റി വൈസ് നിങ്ങൾക്ക് ഇതിനകത്ത് ബ്ലൂടൂത്ത് 5.0 ആണ് ലഭിക്കുന്നത്. വൈഫൈ ഡ്യുവൽ ബാൻഡ് വൈഫൈ ലഭിക്കുന്നുണ്ട്. NFC ഇതിനകത്തില്ല. ആൻഡ് ഈ കാണുന്ന 5G ബാൻഡുകളെല്ലാമാണ് ഈ ഒരു ഡിവൈസിൽ സപ്പോർട്ട് ചെയ്യുന്നത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം വൈസ് നിങ്ങൾക്ക് ഫൺടച്ച് OS 14 ആണ് ഇപ്പോഴത്തേക്ക് ലഭിക്കുന്നത്. ആൻഡ്രോയിഡ് 14 ആയിട്ടുള്ള എന്തായാലും നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് ഈ ഒരു വർഷക്കാലയളവിൽ ലഭിക്കുന്നതാണ്. പ്ലസ് ഫൺടച്ച് OS 14 ആയതുകൊണ്ട് തന്നെ ഫോൺ ബൂട്ടാക്കി ഒരു 5 മിനിറ്റ് നിങ്ങളൊന്ന് മെനക്കെട്ട് ഇതിൽ കുറച്ച് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഉണ്ട്, അതെല്ലാം ഇരുന്ന് അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ക്ലീൻ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ലഭിക്കുന്നതാണ്. സോ ഫോണിനെ പറ്റി നിങ്ങൾ സകലമായ കാര്യങ്ങളും അറിഞ്ഞില്ലേ? ഇനി ഞാൻ ആദ്യം ചോദിച്ച ആ ഒരു ചോദ്യം, നിങ്ങൾ പ്രൈസ് ഗസ് ചെയ്തു. എത്ര രൂപയായിരിക്കും നിങ്ങൾ ഈ ഒരു സ്മാർട്ട് ഫോൺ വിലയിടാനായിട്ട് പോകുന്നത് എന്ന് കമൻറ്റ് ചെയ്യുക. ഈ ഫോണിൻ്റെ ആക്ച്വൽ പ്രൈസ് എത്രയാണോ ആ പ്രൈസ് ചെയ്യുന്നത് നിങ്ങൾക്ക് 2000 റുപ്പീസിൻ്റെ ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ട് അല്ലെങ്കിൽ ഇൻസ്റ്റൻറ്റ് ക്യാഷ് ബാക്ക് ലഭിക്കും. അല്ലെങ്കിൽ പുതിയ സ്കീം എന്താണെന്ന് വെച്ചാൽ EMI പരിപാടിയാണല്ലോ. അതായത് ഒരു ദിവസം 43 രൂപയുടെ EMI സ്കീംസിലൊക്കെ അവൈലബിൾ ആണ്. വിവോയുടെ ഒരു TWS ഉണ്ടായി, വിവോ TWS 3E എന്ന് പറഞ്ഞിട്ട് ആ സാധനം നിങ്ങൾ ഇതിൻ്റെ കൂടെ മേടിക്കുവാണെങ്കിൽ 1499 രൂപയ്ക്കും കിട്ടും. സോ ഇതൊക്കെയാണ് ഈ ഫോണിൽ വന്നിരിക്കുന്ന ഓഫേഴ്സ്. ഇനി ഞാൻ ഒരു സത്യം പറയും, ഈ ഫോൺ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ പ്രൈസ് എത്രയാണ്, കൃത്യമായിട്ട് എക്സാക്റ്റ് ആയിട്ടുള്ള പ്രൈസ് എത്രയാണ് എന്ന് എനിക്ക് അറിയില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇതിൻ്റെ പ്രൈസ് അറിയുന്ന സമയത്ത് ഞാൻ പ്രൈസും ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കമന്റ് ബോക്സിലോ പിൻ ചെയ്ത് വെച്ചേക്കാം. ആ ഒരു സമയത്ത് അത് കണ്ട് നിങ്ങൾ ഞെട്ടിയാൽ മതി. ആൻഡ് ഓൾസോ എൻ്റെ പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് 21 നവംബർ തൊട്ട് 25 നവംബർ വരെയാണ്. എൻ്റെ ഫസ്റ്റ് സെയിൽ വരുന്നത് 26 നവംബറിനാണ്. സോ ഈ ഒരു ഡിവൈസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസും ഇൻഫർമേഷനും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്ത് നോക്കാം. ആൻഡ് ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നി ഉറപ്പായിട്ടും ചാനൽ ചെക്ക് ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാൻ മറക്കണ്ട. നമ്മൾക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ. അവിടെ എന്താ മാറ്റിയിട്ടോ?